AI ആണല്ലോ ഇപ്പോൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ട് വരുന്ന സാധനമാണ് AI എന്ന് പറയുന്നത്. പലർക്കും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്നും ആർട്ടിഫിഷ്യലായിട്ട് ബുദ്ധി അല്ലെങ്കിൽ നോളജ് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ. നമുക്കിപ്പോൾ ഹ്യൂമൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടത് ബുദ്ധിയും കാര്യങ്ങളും. അപ്പോൾ അതിന് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു വേർഷൻ ഓഫ് ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കാട്ടി സീനിയേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഈ AI കാരണം ജോലി നഷ്ടപ്പെടുമോ? പല പ്രൊഫഷണൽസിനും പേടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, പുള്ളിക്ക് കാശ് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഡേറ്റ എൻട്രി ചെയ്യാനായിട്ട്. AI ഉള്ളപ്പോൾ ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി വേറൊരാളെ വെക്കേണ്ട കാര്യമില്ല എന്നാണ് പലരും വിചാരിച്ചത്. ശരിക്കും നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ പണ്ട് ഈ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലി പോകുന്നു. പക്ഷേ ഇത് അപ്പം എപ്പോഴും പറഞ്ഞ ടേം ഉണ്ട്, അതായത് നമുക്ക് ഇത് അപ്ഡേറ്റ്, നിങ്ങളുടെ ജോലി അപ്ഡേറ്റഡ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. സെൽഫായിട്ട് അപ്ഡേറ്റ് ആക്കുക എന്നുള്ളത്. നമ്മൾ ഗിയർലെസ് വണ്ടി ഓടിച്ചിട്ട് അപ്ഡേറ്റ് ആകുമ്പോൾ ഗിയറുള്ള വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ എന്നാൽ കുറച്ചും കൂടെ സ്പീഡിൽ പോകും. അങ്ങനെ വിചാരിച്ചാൽ മതി, കുറച്ചും കൂടെ സ്പീഡിലെത്തും, കംഫർട്ടബിൾ ആയിട്ട് എത്തും എന്നുള്ള കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ AI ഈസ് ഗുഡ് എന്ന് പറയും. പക്ഷേ എല്ലാ ജോലിക്കും അത് പറ്റത്തില്ല. ഡോക്ടേഴ്സിന് ഇപ്പം റീസെൻ്റ്ലി ഞാൻ വായിച്ചായിരുന്നു AI വഴി സർജറി ചെയ്യാൻ. നമ്മൾ അന്ന് ആ ഡോക്ടറിനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വരെ പറഞ്ഞു AI വഴി സർജറി ചെയ്യാന്നുള്ള സാധനം എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. എല്ലാ ഡോക്ടർമാരും വീട്ടിൽ ഇരുന്ന് AI ചെയ്യണമെന്നല്ല പറയുന്നത്, അല്ലേ? അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുള്ള വിഷമാണ് അതിന് പ്രശ്നം വരുന്നത്. ആർക്കിടെക്ട്സിന് ഇരുന്ന് വരയ്ക്കുന്ന നമ്മൾ ആർക്കിടെക്ട്സിനൊക്കെ ഉണ്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇല്ലേ? പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ അറിയണം. AI എന്ത് ചെയ്തില്ല, കഞ്ഞിയും കറി ഉണ്ടാക്കുന്നത് AI ചെയ്യോ? ഇല്ല. But how to make porridge and some bean curry എന്ന് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതൊക്കെ ബേസിക്കലി മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. അതായത് നമ്മുടെ മാനുവൽ കാറ് മാറി ഓട്ടോമാറ്റിക് കാർ ആയപ്പോൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച സാർ എന്നോട് ചോദിച്ചു, ഒരിക്കലും ഓട്ടോമാറ്റിക് വാങ്ങരുത്, മാനുവലേ ഓടിക്കാവൂ എന്ന് പറഞ്ഞതുപോലെ ഉണ്ട്. പക്ഷെ അവർ നോക്കുന്നില്ല നമ്മുടെ കൺവീനിയൻസ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ ട്രാഫിക്കിന് നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ AI എന്ന് പറയുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ AI വെച്ച് ഒരു കഞ്ഞിയും കറിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ഫുഡ് പ്രോസസർ മെഷീൻ ഉണ്ട്. ഇത് കണക്ട് ചെയ്താൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ആ പ്രോംപ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയണം. അതാണ് ഇപ്പം നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരാൾ അവരുടെ അപ്ഡേറ്റഡ് വേർഷൻ വരുമ്പോൾ അത് AI ഹെൽപ്പോട് കൂടി വരികയാണെങ്കിൽ ഇവന്റെ ഈ ഡേറ്റ എൻട്രിക്ക് വേണ്ടിയുള്ള പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് അവൻ പഠിച്ചാൽ അപ്പൊ സെൽഫ് അപ്ഡേറ്റഡ് ആവുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഇവന്റെ ജോലി ഇവന് പോകത്തില്ല, ഇവൻ അപ്ഡേറ്റഡ് ആവുകയാണ്. ഒരു നെഗറ്റീവ് സാധനമാണ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു, AI വെച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള പലതും ക്രിയേറ്റ് ചെയ്യാം. ഒരു കൊലപാതകം ചെയ്യുന്ന സീൻ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പല മോർഫിംഗ് ചെയ്ത വീഡിയോസ്, അത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഏത് ടെക്നോളജി ആണ് അത് കറക്റ്റാണ്. അപ്പൊ അത് ചെയ്യാൻ സാധിക്കും. അത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷെ നിയമം ഇതിന് ഉള്ളത് ഇതുവരെ ആയിട്ടില്ല. പിന്നെയും ഇത് കണ്ടുപിടിച്ച മനുഷ്യനാണ്. മനുഷ്യനെ കാണുമ്പോൾ ഇതറിയാം ഡീപ് ഫേക്ക് ഏതാണ് അറിയാം. പക്ഷെ അതല്ല, ഡീപ് ഫേക്കിന്റെ അല്ല. അതായത് ചില AI വീഡിയോസ് കണ്ടാൽ ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും വരെ ഡിവോഴ്സ് ആകാൻ വരെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ സത്യമാണെന്ന് വിശ്വസിച്ച് അതിന്റെ പുറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ടൈറ്റൺ അപ്പ് ആക്കണം. ഇത് ഡിജിറ്റലി ഫേക്ക് ആണ് അല്ലെങ്കിൽ AI വീഡിയോ ആണെന്ന് തെളിയിക്കാനുള്ള ടെക്നോളജി കേരളത്തിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും റൈറ്റർ എന്ന ഒരാളുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ അപ്പൊ തന്നെ നിയമ നടപടി ഇമ്മീഡിയറ്റ് എടുത്തില്ലെങ്കിൽ. അപ്പം ഈ പറഞ്ഞ പോലെ റൈറ്ററിനെ എങ്ങനെ കണ്ടാലും മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവുന്ന എങ്ങനെ പുള്ളി സ്വന്തമായിട്ട് അപ്ഡേറ്റ് ആണ്. അതായത് പുള്ളിയുടെ ജോലി പോകുമെന്നല്ല പറഞ്ഞത്, ആയില്ലെങ്കിലും ജോലി പോകും, അല്ലെങ്കിൽ ആയാൽ ജോലി പോകില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. ഡേറ്റ എൻട്രി കുറച്ചും കൂടെ സ്പീഡിലാണ്. പ്രോംപ്റ്റ് കൃത്യം നമ്മൾ ഇപ്പോഴും പല അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഓഫീസേഴ്സിൽ പോകുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാനും അതിന് ഇതിനൊക്കെ അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് എടുത്തിട്ട് പിയൂൺ ഇവിടെ കൊണ്ടു കൊടുക്കണം, അതൊന്നും പിന്നെ മറ്റവിടെ കൊണ്ടു കൊടുക്കണം. ഇതൊന്നും ചെയ്യണ്ട. ഒരു സംഭവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി. ഇത് കൃത്യമായും ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആവണം. അതായത് ഈ ഒരാൾപ്പം കുറച്ച് നാൾ മുമ്പ് ഹോളിവുഡിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഈ AI-ക്കെതിരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് അവർ പറഞ്ഞത്, അവരിത്രയും എഴുത്തുകാരാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇതൊരിക്കലും നിങ്ങളുടെ ജോലിയെ കളയുന്നില്ല, നിങ്ങൾക്ക് തന്നെയാണ് ഇത് അത്ഭുതം വെക്കണം. ഇപ്പോൾ ഒരാൾ ചിലപ്പം ഒരു ഫസ്റ്റ് AI സ്ക്രിപ്റ്റഡ് സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്താണ്, ഒരു മെഷീനിൽ നിന്ന് ഒരു ഹ്യൂമൻ ഇമോഷൻ മനസ്സിലാക്കാവുന്ന ഒരു
ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സാധനത്തിനുള്ളൂ. പിന്നെ 24 എല്ലാ ദിവസവും ഇയാൾക്ക് AI കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു റൈറ്ററിൻ്റെ ഒരു കഴിവും ഒരു ക്രിയേറ്റിവിറ്റി AI യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നമ്മൾ എന്തൊരു ടെക്നോളജി വരുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ഉള്ള ആൾക്കാർ അതിനെ റിജക്റ്റീവായിട്ട് കമ്പ്യൂട്ടർ കേരളത്തിൽ വന്നപ്പം ജോലി പറ്റത്തില്ല ഇല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫണ്ട് നടക്കുന്നത് ഫ്ലോ നടക്കുന്നത് IT ഫീൽഡിലാണ്. അപ്പം ഏറ്റവും ഈ ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്ന ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ടെക്നോളജിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആദ്യമേ റിജക്റ്റീവ് ആണ്. പിന്നെ അതിൽ മറ്റേ സായിപ്പ് കാണിക്കും, ഇത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കും അല്ലേ. മിഷൻ ഇമ്പോസിബിൾ പോലത്തുള്ള മൂവീസാണ് ആദ്യമായിട്ട് എന്ന് പറയും. അപ്പം നമ്മൾ ഇതൊക്കെ ചുമ്മാ ക്യാമറ ടെക്നിക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പം രേഖാചിത്രം എന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ വേർഷൻ ഭയങ്കരമായിട്ട് കൈയിടുന്ന ആളാണ്. അപ്പം എന്നാൽ മുഴുനീളമായിട്ട് കാണിക്കുന്നില്ല. കാണിക്കുന്ന സ്ഥലത്ത് മാത്രമേ. അതുവരെ അത് ഈ പറയുന്ന ഒരു തമിഴിൽ ഇറങ്ങുന്ന 100 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു പടത്തിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാർ ക്വാളിറ്റി വൈസ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാള് നമ്മുടെ ഉണ്ട്, പുള്ളിക്ക് കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് സാധനം. ഒരിക്കലും ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്തുകയോ ചെയ്യത്തില്ല. നമ്മുടെ ടെക്നോളജി എന്തിനാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഹ്യൂമന്റെ പ്രവർത്തനങ്ങളെ ഈസി ആക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ പറയാൻ പറ്റും. ലേബേഴ്സിന് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, മതിൽ കെട്ടുന്നവർ, ആശാരിമാര്, കാർപ്പൻറ്റേഴ്സ്, ഇവർക്കൊക്കെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഉണ്ട് ഗുണം. കൃത്യമായിട്ടുള്ള പ്ലാനിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ ഫ്രണ്ടിൽ വരും. ഇവര് മെഷീൻ വെച്ച് ചെയ്യുന്ന ആൾക്കാരല്ല, ദേ ആർ സ്കിൽഡ് ലേബർ. കുറച്ചും കൂടി ആക്യുറസി വരും. കൃത്യമായി ഇതിപ്പോൾ കൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് ഇവിടെ ഇങ്ങനെ തന്നെ പറയണം, ഇത് ഇത്ര ഇഞ്ച് ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതല്ലോ. കൃത്യമായിട്ട് അവരുടെ ഫ്രണ്ടിൽ വരും. ആരെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാത്ത പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നില്ലായിരിക്കും, ബാക്കി എല്ലാവരുടെയും ഫോൺ യൂസ് ചെയ്യും. അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാളുടെങ്കിലും കൊടുത്താൽ മതിയല്ലോ, അത് ഈസി ആകത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ ആർക്കിടെക്ട്സ് 3D മോഡ്യൂൾസ് വർക്ക് ചെയ്യും. അതായത് അവർ പണിയാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആർക്കിടെക്ചർ സ്ട്രക്ചറിന്റെ 3D വേർഷൻ ചെയ്യും. ആ 3D വേർഷൻ ചെയ്യുന്ന എന്തിനാണ്? അവർക്കൊരു 3D വ്യൂ കിട്ടാൻ വേണ്ടി. അല്ല, ഇത് കാണുന്ന ഒരാളെ കാണിക്കുകയാണെങ്കിൽ, ഒരു മേസരിയെ കാണിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരുന്നത് എന്ന ഐഡിയ കിട്ടും, പുള്ളിക്ക് കിട്ടും. അവർ ഓൾറെഡി അതിനകത്തുണ്ട്. അവർക്ക് അവർ ഇത് വരുന്ന ആ ഒരു വഴി അവർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് അവരുടെ ഫ്രണ്ടിൽ കിട്ടുന്നത്. ആശാരിമാരും ആർക്കിടെക്റ്റും സംസാരിക്കാൻ കണ്ടിട്ടില്ലേ, ഇത് നിരത്തി വെക്കുന്നു, ഇതിവിടെ വരുന്നു, അതിവിടെ വരുന്നു, കാര്യം പറഞ്ഞു. ഇത് ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ ഇതാണ് ഇതിന്റെ പ്രോഡക്റ്റ്. ഞാൻ ചെയ്യേണ്ടത് 4 കോർണറിൽ 2 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിക്കണം എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ട്. മാറ്റി പറയാൻ പറ്റില്ല, അയ്യോ കൺട്രാക്ട് പറഞ്ഞത് മാറിപ്പോയെന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് കുറച്ചും കൂടെ വർക്ക് ഈസി ആക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ഫാന്റസിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ക്രിയേറ്റിവിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ. പക്ഷേ അപ്പം നമുക്കിപ്പം പറയുന്നത്, നമ്മളിപ്പോൾ പറയാം ഒരു ആക്ടറിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മേളിൽ നിന്നൊരു തീഗോളം വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് അത് വിഷ്വലൈസ് ചെയ്യുന്ന ടൈമുണ്ട്. അതിന് പകരം നമ്മൾ ആ വിഷ്വലി സ്റ്റോറി ബോർഡ് കാണിക്കുക, ഇതാണ് വിഷ്വൽ എന്ന് എനിക്ക് AI ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റോറി ബോർഡിൽ എനിക്ക് നേരത്തെ വരച്ച് നമ്മൾ ഹാൻഡ് സ്കെച്ച് ചെയ്യാണ്. ഇപ്പൊ എനിക്ക് AI സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, ആ സീൻ എനിക്ക് AI ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പം എനിക്ക് കുറച്ചുകൂടി ഈസി എൻ്റെ വ്യൂ പോയിന്റ്, എൻ്റെ വിഷ്വലൈസേഷൻ എന്താണോ ആ POV ഒക്കെ ഈസിലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരിക്കലും എൻ്റെ ജോലി കളയല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാം കൂടുതൽ. അതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. മോണിറ്റർ ഇല്ലാതിരുന്ന സമയം മുതൽ നമ്മൾ സിനിമ പിടിച്ചുകൊണ്ടിരുന്നത്. മോണിറ്റർ എന്നുള്ള സാധനം ഇല്ലാതെയാണ് വലിയ സിനിമകൾ, വടക്കം വീരഗാഥ ഉൾപ്പെടെയുള്ള സിനിമകൾ മോണിറ്റർ ഇല്ലാതെ ചെയ്തിരുന്ന സമയമാണ്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 2025 ലാസ്റ്റ് ഇറങ്ങിയ രേഖാചിത്രം ഉൾപ്പെടെയുള്ള സിനിമകളിൽ വന്നിരിക്കുന്നു. ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ? ഇല്ലേ, ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ലേ, എവിടെയായിരുന്നു എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ടുണ്ടോ? ഇല്ല, അവരും അവിടെ തന്നെയുണ്ട്. ഇതിന്റെ പുറകിൽ ഇത് ചെയ്യാൻ ക്രിയേറ്റീവ് സ്പേസ് വേറെ കിടക്കുന്നു. കൂടുതൽ ജോബ് കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ജോബ് തന്നെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് വേണ്ട സാധനം, എനിക്ക് ഇവിടെ നീല വെളിച്ചം അല്ലെങ്കിൽ നീല റൈറ്റ് ഇവിടെ വരണം. ഐ നീഡ് ബ്ലൂ ലൈറ്റ് ഇൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് മൈ ഷോൾഡർ, റൈറ്റ് സൈഡ് ഓഫ് മൈ ഷോൾഡർ. ഇതിങ്ങനെ കൊടുക്കണം. ഐ നീഡ് ബ്ലൂ ലൈറ്റ് ബിഹൈൻഡ് മീ എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊടുക്കും. അതാണ് ഇത് അറിയാതെ കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ പരിപാടി നടക്കും. AI ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് എന്നാണ് ഞാൻ പറയുന്നത്.